ഹായ് ഫ്രണ്ട്സ്, വെൽക്കം അവർ ചാനൽ നാത്തൂൻസ് ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്. ഞങ്ങളിന്ന് നിങ്ങൾക്ക് ഒരു പുതിയൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ഐഡിയ ആയിട്ടാണ് വന്നിരുന്നത്. ഇന്ന് നമ്മളൊരു ഹെൽത്തും കിച്ചണൊക്കെ കൂടിയിട്ടുള്ളൊരു ടിപ്സാണുള്ളത്. ഇത് ഈ ടിപ്സ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആകെ പാനിക്കാവും. കാരണം അയ്യോ എന്താ ഏത് ജ്യൂസ് അവർക്ക് കൊടുക്കുക, അയ്യോ നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ ലെമൺ ആ സമയത്ത് അവൈലബിൾ അല്ലായിരിക്കും നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ നമ്മൾ അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മളതിന് യൂസ് ചെയ്യാൻ പോകുന്ന സാധനം ഫ്രാഷൻ ഫ്രൂട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫ്രാഷൻ ഫ്രൂട്ടാണോ, ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന സാധനമല്ലല്ലോ എന്നുള്ളത്. അത് ശരിയാണ്, നമുക്ക് എല്ലാവരും വീട്ടിലൊന്നും ഇല്ല, അത് അവൈലബിൾ അല്ല. എന്നാലും ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ എല്ലായിടത്തും കിട്ടുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷെ നമുക്കധികം അങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് അത്ര വലിയൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും ഇതിൻ്റെ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാ വീട്ടിലും ഇങ്ങനെ പറന്ന് പന്തലിച്ച് മറ്റേ പാല ബൾബ് കിടക്കുന്നത് പോലെയൊക്കെ കിടക്കണം കാണാം. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര അധികം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ പ്രാവശ്യം. നന്നായി പഴുത്ത് മൂത്തിട്ടുള്ള ഫ്രാഷൻ ഫ്രൂട്ടാണ് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഹസ്ബൻഡ് പൊട്ടിച്ച് തന്നിട്ടുള്ളതാണ് ഇതൊന്ന്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഫ്രാഷൻ ഫ്രൂട്ട് വെച്ചിട്ട് സ്ക്വാഷാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം ഫ്രാഷൻ ഫ്രൂട്ട് കൊണ്ട് വളരെയധികം ഉപകാരങ്ങളുണ്ട്. കാരണം കുറേ ഹെൽത്തിനായിട്ട് നല്ല ഉപകാരമുള്ള ഒരു ഫ്രൂട്ടാണിത്. കാരണം കുറേ വിറ്റാമിൻ സി ഒക്കെ അടങ്ങിയെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നാരുകൾ അടങ്ങിയിട്ടുള്ളതാണ്. ഹൈപ്പർ ടെൻഷൻ ഒഴിവാക്കാനും ഇതിനൊക്കെ ഈ ഫ്രൂട്ട് ഉപയോഗിക്കാൻ പറയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അതായത് ഈ ഫ്രൂട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. പലരും പല ചമ്മന്തി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഈ ഫ്രൂട്ട് വെച്ച് ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയാണ്, അറിയാലോ. ചെറിയൊരു പുളിപ്പും മധുരമൊക്കെ ആയിട്ടുള്ളതാണ് ഈ ഫ്രൂട്ട്. അത് നമ്മൾ ഈ ഷുഗറുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഇല കഴിച്ചാൽ നല്ലതാണെന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കങ്ങനെ അറിയില്ല. അപ്പോൾ അതേപോലത്തെ ഒരു ഫ്രൂട്ടാണിത്, ഫ്രാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവില്ല, എല്ലാവർക്കും അറിയുന്നതാണ് ഫ്രാഷൻ ഫ്രൂട്ട്. നമ്മളെല്ലാവരും ഒരുവിധമുള്ള ആൾക്കാരൊക്കെ ഫ്രാഷൻ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടാവും. ഒരുവിധ ആൾക്കാർക്ക് നമുക്കതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലതായി ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിന് വേറൊരു കളറും കൂടി ഉണ്ട്, റെഡ്. നിങ്ങൾക്കറിയായിരിക്കും. അപ്പോൾ അത് നല്ല ഗുണമുള്ളതാണെന്നാണ് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മളിതിൽ ഷുഗർ ആഡ് ചെയ്യണം, അതിൽ ഷുഗറും ആഡ് ചെയ്യണ്ട, നല്ല ടേസ്റ്റിയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ കഴിച്ചിട്ടില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. ഇതുവരെയും റെഡ് കളറുള്ളത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യാമെന്നും ഇതിൽ വേണ്ട, നമ്മളിത് വെറുതെ വെള്ളത്തിലാക്കിയിട്ട് അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ, കുറേ അല്ല കുറച്ച് തന്നെയുള്ളൂ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ്. നമ്മുടെ വീട്ടിൽ കാണപ്പെടുന്ന എപ്പോഴും ഉണ്ടാവുന്ന 2-3 ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ക്വാഷ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളത് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിൻ്റെ ഗുണങ്ങളും ബെനിഫിറ്റും അതൊക്കെ എങ്ങനെയാണെന്നും നമ്മളൊരു കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട്. അത് എനിക്കിത്ര കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ്. നിങ്ങൾക്ക് കിട്ടിയത് വെച്ചിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതി. കാരണം നമുക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരാണെങ്കിൽ സ്ക്വാഷ് എടുത്ത് കൊടുത്ത് നമ്മൾ അതിൽ ഇത്തിരി ഐസ് ചേർത്ത് അല്ലെങ്കിൽ തണുത്ത കോൾഡ് വാട്ടർ ചേർത്തിട്ടൊക്കെ നമുക്ക് ആൾക്കാർക്ക് നമ്മുടെ ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്നൊരു സെർവ് ചെയ്യാനൊക്കെ പറ്റാവുന്ന വിധത്തിലാണ് നമ്മൾ ഇതാക്കി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആ സ്ക്വാഷ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും ഒക്കെ നമ്മൾ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കാണാം. നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷ് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്, നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ക്വാഷ് ഉണ്ടാക്കാൻ. നമുക്ക് ഇഞ്ചി വേണം, അത് ഒത്തിരി ചെറിയൊരു കഷ്ണം മതി. അതേപോലെ തന്നെ ഏലക്കായ ആയാലും അതെ ഒരു 3-4 ആ പീസൊക്കെ അത്രയും മതി. അത് പിന്നെ നമുക്ക് നല്ല പഴുത്ത ഫ്രാഷൻ ഫ്രൂട്ട് കിട്ടുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ്. പിന്നെ നമുക്ക് കസ്കസ് ഉണ്ട്, അത് നമുക്ക് താല്പര്യമുള്ള ആൾക്കാർ ഇട്ടാൽ മതി. കാരണം അതൊരു ടേസ്റ്റിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നതാണ്. അത് കസ്കസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തി വെക്കണം, എന്നാലാണ് നമുക്ക് അതിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഈ സ്ക്വാഷിലേക്ക് നമുക്ക് മധുരം കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യണം. പഞ്ചസാര നമ്മൾ വെറുതെ കലക്കി കഴിഞ്ഞാൽ രസമുണ്ടാവില്ലേ, അപ്പോൾ നമ്മളത് വെള്ളത്തിലിട്ട് ഉരുക്കിയിട്ടൊക്കെ വേണം. അപ്പോൾ പഞ്ചസാര ഉരുക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതാണ് നമ്മുടെ ഇഞ്ചി ഏലക്കായും. അതായത് ഒരു 25 ഫ്രാഷൻ ഫ്രൂട്ടിനൊക്കെ നമുക്ക് ഒരു 1.5 കിലോ പഞ്ചസാരയും 1.5 ലിറ്റർ വെള്ളം എടുത്തിട്ട് ഉരുക്കണം. ആ ഉരുക്കുമ്പോൾ നമ്മൾ ഇഞ്ചി ഏലക്കായും കൂടി ആഡ് ചെയ്തിട്ട്, അതായത് ചതച്ചിട്ട് ആഡ് ചെയ്യണം, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അപ്പം അതും കൂടി ആഡ് ചെയ്ത് ഉരുക്കി വെക്കണം. അപ്പം ഞാൻ ഓൾറെഡി നമ്മളിവിടെ പഞ്ചസാരയുടെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ഉരുക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ പൾപ്പ് എടുക്കുകയാണ്. ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുക്കണം. നമ്മളതൊരു മീഡിയം വലിപ്പമുള്ള പാത്രത്തിലേക്ക് നമ്മൾ ഇതിൻ്റെ പൾപ്പ് എടുക്കണം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇത്ര വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. കാരണം ഞാൻ ഒരു 25 ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ അത് പൾപ്പ് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര വലിയ പാത്രം എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയൊക്കെയാണെങ്കിലും എടുക്കാം, അതിനനുസരിച്ചിട്ട് നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണെന്നുള്ളത്
പൾപ്പ് എടുക്കുന്നത് എല്ലാവർക്കും അറിയാലോ. നല്ല പഴുത്ത ഫ്രഷ് ഫ്രൂട്ടാണ്. അപ്പോൾ ഒരുവിധം നമുക്ക് അങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മുടെ ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ട് ഇത്. അപ്പോൾ കണ്ടോ, നമ്മൾ ഇപ്പോൾ കണ്ടോ പൾപ്പെല്ലാതും എടുത്തു. ഒരു 25ഓളം ഫ്രഷ് ഫ്രൂട്ട് ഉണ്ടായിരുന്നു ഇതിൽ. അതിൻ്റെ പൾപ്പൊക്കെ എടുത്തു. നന്നായി പഴുത്ത് മൂത്ത ഫ്രഷ് ഫ്രൂട്ടാണത്. അപ്പോൾ അത് കാരണം അതിൻ്റെ തിരുവണിയും ടേസ്റ്റിയൊക്കെ നന്നായി ഉണ്ടാവും. പിന്നെ നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ജ്യൂസ്. ഇപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് നമ്മുടെ മധുരത്തിനും. പിന്നെ ചെറിയ പുളിപ്പൊക്കെ ഉണ്ടാവുമല്ലോ ഫ്രഷ് ഫ്രൂട്ടിൻ്റെ, അതൊക്കെ മാറ്റി നല്ല ടേസ്റ്റി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ പഞ്ചസാര ഉരുക്കണം എന്നാണ്. നമ്മൾ പഞ്ചസാര നന്നായി ഒരു പാത്രത്തിലിട്ട്, അതേപോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 25 ഫ്രഷ് ഫ്രൂട്ടിനാണെങ്കിൽ 1.5 കിലോ പഞ്ചസാരയും 1.5 ലിറ്റർ വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഞ്ചസാര എടുക്കുന്നത്. ഇത് നന്നായി തിളയ്ക്കുന്നുണ്ട്. അത് തിളച്ച് വന്നിട്ട് നന്നായി ഉരുകണം. നന്നായി ഉരുകി തിളയ്ക്കുമ്പോൾ അപ്പം തന്നെ നിർത്തിയത് കുറച്ചൊന്ന് കട്ടിയാവണം. ഇപ്പോൾ അത് കട്ടിയായിട്ടില്ല, ഇത്തിരി കൂടി തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞ് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കണം. നന്നായി തണുത്തതിന് ശേഷമാണ് നമ്മൾ ഫ്രഷ് ഫ്രൂട്ട് ഇതും കൂടി മിക്സ് ചെയ്യാൻ പാടുള്ളൂ. നന്നായി തണുത്തതിന് ശേഷം കേട്ടോ. അപ്പോൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഇത് ഒന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്താൽ മതി. ഇത് ആയിട്ടില്ല, കുറച്ചും കൂടി ആവാണ്ട് കേട്ടോ. നമ്മൾ പഞ്ചസാര ഉരുക്കിയത് ഇതേ നന്നായി തിളച്ച് വരുന്നതാണ്. ഇങ്ങനെ നന്നായി തിള വരും. ഇതേപോലെ ഉരുക്കി വന്നിട്ട് നന്നായി തിളയ്ക്കണം. ഒന്ന് ചെറിയൊരു കുറുകൽ പോലെ ആയിട്ടാണ് നമ്മളിത് എന്നിട്ട് തണുക്കാൻ വയ്ക്കണം. ഇത് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടി തിളയ്ക്കണം കേട്ടോ. കുറച്ചും കൂടി തിളച്ചിട്ട് നന്നായി തിളയ്ക്കണം. അപ്പോൾ ഒരു ചെറിയൊരു കട്ടി പോലെയോ. ഇപ്പോൾ അത്ര കട്ടിയായിട്ടില്ല. ഇപ്പോൾ നന്നായി ഉരുകി വന്നിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഏലക്കായും ഇഞ്ചിയൊക്കെ ഇട്ടുണ്ട് കണ്ടോ. അപ്പോൾ നന്നായി ഒന്നും കൂടി നന്നായി തിളയ്ക്കണം. നന്നായി തിളച്ചിട്ട് വേണം അതൊന്ന് കുറുകണ ഇതാവും. നന്നായി കുറുകി വരുമ്പോഴാണ് നമ്മളത് ഓഫ് ചെയ്യേണ്ടത്. അപ്പോൾ കളറിന് ചെറുതായിട്ട് മാറും. ഇപ്പോൾ ഇതൊരു നല്ല വൈറ്റ് കളറായിട്ടിരിക്കുന്നത്. ഇപ്പോൾ ചെറിയതായിട്ടൊരു ബ്രൗണിഷ് കളറാവും. അപ്പോൾ ആ കളറാകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് ചെറിയൊരു കുറുക്കലൊക്കെ ആകുമ്പോൾ നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമ്മളതൊന്ന് തണുക്കാൻ വയ്ക്കണം. നമ്മൾ നന്നായി തണുത്തതിന് ശേഷം മാത്രമാണ് നമ്മളിത് നമ്മുടെ ഫ്രഷ് ഫ്രൂട്ടിലേക്ക് മിക്സ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. ഇതിൽ നമ്മൾ ഞാൻ വീണ്ടും പറയണം, ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇഞ്ചി അതുപോലെ തന്നെ ഏലക്കായും കൂടി ചേർത്തുണ്ട്. അത് നമ്മളൊന്ന് ചതച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തിരുവണ്ണി ടേസ്റ്റ് കൂടും. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ കൂടിയിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്ക്വാഷ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് വേണം എടുക്കാൻ. ഇത് നല്ല കട്ടിയൊക്കെ ആയിട്ട് ഇരിക്കണം. പിന്നെ അതുപോലെ നല്ല മധുരമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ നന്നായി പഞ്ചസാരയൊക്കെ ചേർത്തുള്ള കാരണം. അപ്പോൾ ഇത് ജ്യൂസായിട്ടാണ് നമുക്ക് ഇനി കുടിക്കേണ്ടത്. ഇതിപ്പോൾ ഓൾറെഡി സ്ക്വാഷ് ആയിട്ടുള്ള ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇത് എടുക്കുമ്പോൾ ഐസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ വെള്ളമൊക്കെ ചേർത്തിട്ട് ജ്യൂസാക്കിയിട്ട് നന്നായി ടേസ്റ്റോട് കൂടി കഴിക്കാൻ പറ്റണം. ഒരു ഹെൽത്തി ഡ്രിങ്കാണ്. അത് നമുക്ക് ആരോഗ്യത്തിനും നല്ലതാണ്. കാരണം ഫ്രഷ് ഫ്രൂട്ടിന് കുറേ ഗുണങ്ങളുണ്ട് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിനെല്ലാം കൂടിയിട്ടുള്ള പറ്റിയൊരു ഇൻഗ്രീഡിയൻറ്റും ഒക്കെ ചേർത്തിട്ടുള്ളതാണ് ഈ സ്ക്വാഷ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. എല്ലാവരും കഴിച്ചോളൂ.